ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ബുധനാഴ്ച അവസാനിപ്പിച്ചിരുന്നു. ലോറി കിടക്കുന്ന സ്ഥലത്തെക്കുറിച്ച് വ്യക്തത ലഭിച്ച സാഹചര്യത്തിൽ 10ാം ദിവസമായ വ്യാഴാഴ്ച നിർണായകമാണ്. അർജുനെ പുഴയിൽ നിന്നും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് സൈന്യം. രാവിലെയോടെ കാലാവസ്ഥ അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ. ആദ്യം ഡ്രൈവർമാരെ ഇറക്കി ക്യാബിനിൽ അർജുനുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് ശ്രമം നടത്തും. പിന്നീടാകും ട്രക്ക് പുറത്തെടുക്കുക. കാലാവസ്ഥ അനുകൂലമെങ്കിൽ മുങ്ങൽ വിദഗ്ധരെ പുഴയിലിറക്കി പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ ഭരണകൂടവുമായി ചർച്ച ചെയ്താകും അന്തിമ പദ്ധതി തയ്യാറാക്കുക. മേഖലയിലേക്ക് ഡ്രോണുകളടക്കം കൂടുതൽ സന്നാഹങ്ങൾ വ്യാഴാഴ്ച രാവിലെയോടെ എത്തിക്കും. കാണാതായ ട്രക്കിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ രക്ഷാപ്രവർത്തനം ബുധനാഴ്ച അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരുന്നു. എന്നാൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പരിശോധന നടത്തുകയായിരുന്ന നേവിയുടെ ബോട്ടുകൾ കരയിലേക്ക് അടുപ്പിച്ചു. കരയിൽ നിന്ന് 20 മീറ്റർ മാറി 15 അടി താഴ്ചയിലാണ് അർജുന്റെ ട്രക്കിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഏറ്റവും ഒടുവിലെത്തിച്ച വലിയ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിന് പിന്നാലെയാണ് ട്രക്കിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. ലോറി പുഴയിൽ നിന്ന് എടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഇതിനുള്ള സാഹചര്യം പരിശോധിക്കാൻ 3 ബോട്ടുകളിൽ നാവികസേനാംഗങ്ങൾ സ്ഥലത്തേക്ക് നീങ്ങിയെങ്കിലും കനത്ത ഒഴുക്കു കാരണം മുന്നോട്ടു പോകാനായില്ല. 30 അടിയോളം താഴ്ചയുള്ള പുഴയാണ് ഗംഗാവലി. നിലവിൽ അടിയൊഴുക്ക് ശക്തമാണ്. അർജുന്റെ ട്രക്ക് നദിക്കടിയിൽ കണ്ടെത്തിയതിന് പിന്നാലെ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡയും പോലീസും സ്ഥിരീകരിച്ചിരുന്നു. കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാണ്. എത്രത്തോളം മണ്ണ് നദിയിൽ ലോറിക്ക് മുകളിലുണ്ടെന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഈ ഭാഗത്തെ മണ്ണ് മുഴുവൻ മാറ്റിയാൽ മാത്രമേ ലോറി പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. കര നാവികസേനകളും NDRF, അഗ്നിരക്ഷാസേന, പോലീസ് സംഘങ്ങൾ തുടങ്ങിയവരും രക്ഷാപ്രവർത്തനത്തിന് സജീവമായി പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളും ക്രെയിനുകളും എത്തിച്ചാണ് ഒരുക്കം. അത്യാധുനിക ഡ്രോണുകൾ ഇന്നത്തെ പരിശോധനയ്ക്കുണ്ടാകും.